ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിജി. വണ്ടർ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2024 തൃശ്ശൂരിലെ മിസ്സസ് തൃശ്ശൂർ പട്ടം നേടിയ മെറീന ജിപ്സയാണ്. നമസ്കാരം മെറീന ജിപ്സ. താങ്ക് യു. ഓക്കെ, ഇത് ഞാൻ ഈ പേര് തന്നെയാണ് ആദ്യം ചോദിക്കാൻ വേണം. മെറീൻ ജിപ്സ എന്നുള്ള പേര് ഒരു ഇറ്റാലിയൻ വേർഷൻ പോലത്തെ ഒരു പേരാണ്. എന്തുകൊണ്ടാണ് ആ പേര്? അതിനെ ശരിക്കും പറയാം മെറീൻ ജിപ്സ എന്നാണ്. മെറീൻ ജിപ്സ. അത് നമ്മുടെ ആൾക്കാർ വിളിച്ചു വരുമ്പോൾ അതിന് മെറീൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ പാരന്റ്സ് ഇട്ട പേര് തന്നെയാണ്. ഞാൻ പഠിച്ചത് ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ സ്കൂളിലായതുകൊണ്ടാണ് അവരത് പ്രൊനൗൺസിയേഷൻ മെറീൻ ആക്കിയത്. പിന്നെ അത് അങ്ങനെയായി, സ്പെല്ലിംഗ് ഒക്കെ മാറ്റി. അതിനെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, നല്ലൊരു പേരാണ്. ഓക്കെ, എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു ഇതാണ് പട്ടം. അതായത് 2024 മിസ്സസ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പട്ടം ചെറുതല്ല. ആ ഒരു പട്ടം നേടുക എന്ന് പറഞ്ഞത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് നേടിയ ഒരു വ്യക്തിയാണ് താങ്കൾ. തീർച്ചയായിട്ടും. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഒരുപാട് കാണുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇപ്പൊ പേജന്റ് ചെയ്യാനായിട്ട് ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളും കൂടിയാണ്. എനിക്ക് ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ട്. കാരണം എനിക്ക് പേജൻസ് ചെയ്യാനും ഇഷ്ടമാണ്. ഇതിന്റെ സെക്കൻഡ് പേജന്റ്. ഇത് എല്ലാവരെ പോലെ ഞാനും ക്രൗണൊക്കെ എയിം ചെയ്തിരുന്നു. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എല്ലാ കണ്ടസ്റ്റൻസും കോമ്പറ്റന്റ് കണ്ടസ്റ്റൻസാ. നമ്മളെ കൊണ്ട് പറ്റുന്നവരുടെ മാക്സിമം ചെയ്യാം, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഞാൻ നിന്നിട്ടുണ്ട്. ഈ ഒരു ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തായിരുന്നു. മീൻസ് എക്സർസൈസ്, ട്രെയിനിങ്. തീർച്ചയായിട്ടും. ഞാൻ കുറെ നാളായി ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. പേജൻസ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യും. ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ചെറിയൊരു ചീറ്റിംഗ് ഡേ പോലെ ആയി. കാരണം നമ്മൾ ഔട്ട്സൈഡ് നിന്നിട്ട് നമ്മളുടെ നാട്ടിൽ വരുമ്പോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ കഴിക്കും. നമ്മളത്രമായിട്ട് എന്താ പറയാ, എല്ലാ ഇഷ്ടങ്ങളും മടക്കി വെച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. കാര്യം പേജന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ലീവ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതൊന്നും പുറത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അത് ഡിഫറെന്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് എക്സസൈസും ഡയറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് രണ്ടാമത്തെ അവാർഡാണല്ലേ? രണ്ടാമത്തെ പേജന്റാണ്. ഇതിനു മുമ്പ് ചെയ്തത് എസ്പാനിയോ ഇവന്റ്സിന്റെ ഔഷധി മിസ്സസ് കേരള 2023. അത് ആലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു. ഫിറ്റ്നസ് ഫ്രീക്കും കൂടിയാണ് താങ്കൾ? തീർച്ചയായിട്ടും, ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. ഗ്രേറ്റ്. അപ്പം ഇപ്പോൾ പെൺകുട്ടികളോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് പറയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറയാനായിട്ട്, കാരണം എന്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒത്തിരി പേരോട് ചോദിക്കുന്നവരുണ്ട്. ഞാൻ വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്ന ഒരാളായിട്ട് ഇങ്ങനെ ഒരു ഫീൽഡിൽ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത്? ഇതും രണ്ടും തമ്മിൽ ഒരു മാച്ചിങ് ഇല്ലാത്തൊരു പ്രൊഫഷനും പാഷനുമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. പാഷൻ, രണ്ടും അതിൻ്റെതായ രീതിയിൽ നമ്മൾ പാമ്പർ ചെയ്യുക. പ്രൊഫഷൻ ഇറങ്ങുമ്പോൾ അതിന്റെ കൈൻഡ്നെസ്, കെയറിങ്, അത് വേറൊരു ഇൻഡസ്ട്രി. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് പാഷൻ റിലേറ്റഡ് വേറൊരു ഇൻഡസ്ട്രി. രണ്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. പ്രൊഫഷന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുന്നത്, നേഴ്സാണ് താങ്കൾ? പ്രൊഫഷണലൈസ്ഡ് നേഴ്സാണ്. നഴ്സിംഗ് കൂടെയാണ്. അതും മാൽദീവ്സിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്റെ നഴ്സിംഗ് സ്റ്റഡീസ് ഒക്കെ ഞാൻ ഓസ്ട്രേലിയയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ കോഴ്സും കൂടി ചെയ്തിട്ടുണ്ട്. അത് സിംഗപ്പൂർ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാൽദീവ്സിലെ എക്സിക്യൂട്ടീവില് നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് ടഫ് അല്ലേ ആക്ച്വലി? അവിടെ ഒരുപാട് നേരം സ്ട്രഗിൾ ചെയ്ത്, അതായത് പേഷ്യൻസിന്റെ അടുത്ത് ഒരു നിസ്സാര കാര്യം അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവിടെ നിന്ന് അത്രയും എഫേർട്ട് എടുത്ത് തന്റെ പാഷന് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. പിന്നീട് ബിഗ് സല്യൂട്ട്, ഐ ഷുഡ് സേ. അത് മാത്രമല്ല, താങ്കളുടെ ഒരു വുമൺ എംപവർമെന്റ് പോലെ ഫീൽ ചെയ്തു എനിക്ക്. കാരണം ഒരുപാട് ഫീമെയിൽസിനായിരുന്നാലും ഒരുപാട് പേർക്ക് അപ്കമിങ് അവരുടെ പാഷനും കരിയർ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നു. കാരണം താങ്കളുടെ ഈ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അതിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇതിന് ഫാമിലി സപ്പോർട്ട് ഒരുപാടുണ്ട്. ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ആർക്കും മുമ്പോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും ഇനീഷ്യലി ഇത് എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം കൂടിയായിരുന്നു. അന്നൊക്കെ മിസ് കേരളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ നമുക്കതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറയില്ല. കാരണം ഒരുപാട് ഗേൾസ് അങ്ങനെയുണ്ട്, പെൺകുട്ടികളുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഫാമിലിയിൽ നിന്ന് സമ്മതിക്കില്ല. അപ്പോ ഞാൻ അതിൽ നിന്നൊക്കെ നമ്മൾ ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോഴൊക്കെ ആയപ്പോൾ കുറെ കൂടി ഇരിക്കാൻ പാരന്റ്സിനെ കൃത്യമായ രീതിയിൽ കൺവിൻസ് ചെയ്തെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മളെ സോഷ്യൽ മീഡിയ ആണെങ്കിലും അതനുസരിച്ച് വളർന്നിട്ടുണ്ട്. കാരണം അത് പറഞ്ഞ സത്യമാണ്. കാരണം സോഷ്യൽ മീഡിയ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ട്
കാരണം ഏതൊരു വ്യക്തിയെയും അവരുടെ ടാലന്റ് പുറത്ത് കാണിക്കാൻ സഹായിക്കുന്ന ഒരു മീഡിയയാണ്. ഒരു മീഡിയയും കൂടിയാണ്. പിന്നെ നമുക്ക് നമ്മളെ കഴിവുകളും ഇഷ്ടങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം ഇന്ന് ഈ കാലഘട്ടത്തിലില്ല. അതെ, നമ്മൾ തന്നെ വേണം പുറത്തേക്ക് വരാനായിട്ട്. നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വേണം വളർത്താനായിട്ട്. നമ്മൾ ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടില്ല. നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യണം. ഞാൻ അങ്ങനത്തെ ഒരാളാ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ആഗ്രഹങ്ങളും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളത് നടത്തണം എന്നല്ലേ പറയാം. 2024 മിസ്സസ് തൃശ്ശൂർ എന്ന പട്ടം കിട്ടിയപ്പോൾ ഫാമിലി, ഫ്രണ്ട്സ് അവരുടെ എങ്ങനെയായിരുന്നു എക്സ്പ്രസ് ചെയ്യാൻ തോന്നിയത്? അല്ലെങ്കിൽ സ്വയം ഫസ്റ്റ് ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒരു ഇനിഷ്യൽ മൊമെന്റ് സ്റ്റേജിന്റെ മുമ്പിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ അത് ഷോക്ക് മൊമെന്റ് ആണ്. പക്ഷെ ഒന്ന് എലാബറേറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെലക്ടഡ് 11 കണ്ടസ്റ്റൻസ് ആയിരുന്നു ശരിക്കും സെലക്ടഡ് ആയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ എനിക്കറിയാം. കാരണം നമ്മൾ ഗ്രൂമിംഗ് ഡേയ്സിൽ കൂടെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് ഒപ്പം ഉള്ളവർ എന്തുമാത്രം കോമ്പീറ്റന്റ് ആണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ എനിക്കറിയാം അവരുടെ കൂടെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് തന്നെയാണ്. എല്ലാവരും ഒപ്പത്തിനൊപ്പമുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലും ചിലപ്പോൾ കിട്ടുമായിരിക്കാം. എന്നാലും എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്നത് ചെയ്യുക. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. നമ്മളങ്ങനെയാണല്ലോ, ഈ പേഷ്യൻസിനൊക്കെ വരുന്നത് അങ്ങനെ വിചാരിച്ചിട്ടാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും അതിൻ്റെ ചെയ്യുക. ഇതിന്റെ പ്രൊഫഷൻ അല്ലെന്നറിയാം. എങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു റാമ്പ്, ഇത്രയും ഓഡിയൻസിന് മുമ്പിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഏതൊരു ഗേൾസിന്റെ ഡ്രീമാണ്. നമ്മൾ റാമ്പിൽ വർക്ക് ചെയ്യാന്നുള്ളതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എനിക്കതൊക്കെ വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ അതിൻ്റെ രീതിയിൽ ചെയ്യാം. അതും എൻ്റെ സ്വന്തം ജില്ലയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാനത് കളയില്ല. ഞാൻ പുറത്ത് ട്രാവൽ ചെയ്യുന്നോണ്ടും പുറത്ത് വർക്ക് ചെയ്യുന്നോണ്ടൊക്കെ എനിക്ക് എൻ്റെ കേരളത്തിനെ കുറിച്ച് ഞാൻ ഒത്തിരി പ്രൗഡായിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഔട്ട്സൈഡേഴ്സ് ഉള്ളവരെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. മാൽദീവ്സിലായിക്കോട്ടെ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, ഇപ്പോഴും ഞാൻ ആ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാനാണെങ്കിലും അവരെന്നൊക്കെ നമ്മളുടെ നാട്ടിലേക്ക്, നമ്മളുടെ നാടിനെ കുറിച്ച് നമുക്ക് പുറത്ത് നിൽക്കുമ്പോഴേ നമുക്കത് അറിയുള്ളൂ എന്തുമാത്രം റിച്ച് ഹെറിറ്റേജ് ആണെന്നൊക്കെ. എസ്പെഷ്യലി പുട്ടും മീൻകറി എല്ലാവരും ആഗ്രഹിക്കുന്നത്. മീൻകറി, കപ്പയും ഇതൊക്കെ ആണെങ്കിലും കാണാനാണെങ്കിലും എല്ലാം കൊണ്ടും നമ്മുടെ കൾച്ചറും കാരണം ഫെസ്റ്റിവൽസും റിച്ച് ഇൻ ഹെറിറ്റേജ് ആസ് വെൽ ആസ് കൾച്ചർ നമ്മളെ രാജ്യം മാത്രമേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്തില് ഇന്ത്യ എന്ന് തന്നെ പറയണം. അല്ല, ഇന്ത്യയിൽ തന്നെ. കാരണം എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമ്പത്തും നമ്മളെ ഇന്ത്യയിലുണ്ട്. കാരണം സഹാറ മരുഭൂമി തൊട്ട് കാശ്മീരിലുള്ള മഞ്ഞ് വരെ നമ്മളിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എന്റെ നാട്ടിൽ വന്ന് ഇതുപോലെ പേജൻസ് ചെയ്യാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനിയും കണ്ടിന്യൂ ചെയ്ത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ 2024 മിസ്സസ് തൃശ്ശൂർ പട്ടം കിട്ടിയപ്പോൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും, അത് സിനിമ, സീരിയൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ ആൽബംസ്, സോങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ വീക്കിൽ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബിസി ഷെഡ്യൂളാണല്ലേ? ബിസി ഷെഡ്യൂളാണ്. ഓക്കെ. പിന്നെ പാരന്റിങ്, മകൻ ഉണ്ടല്ലേ? മകനുണ്ട്, 7 വയസ്സായ ഒരു മകനുണ്ട്. ഞാനൊരു അമ്മ കൂടിയാണ്. ഓക്കെ. അപ്പം എങ്ങനെയാ ഇത് എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല? ആക്ച്വലി കൊച്ചു പിള്ളേരെ എപ്പോഴും കുറച്ച് മിസ്ചീവിയസ് ആണ്, കണ്ണിങ് ആണ്. അവരെല്ലാം ഭയങ്കര കാര്യത്തില് എന്റെ മോൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടായിരുന്നു, അമ്മയ്ക്ക് ക്രൗൺ കിട്ടാനായിട്ട് ഞാൻ ഫ്രണ്ടിലിരുന്ന് കൈയടിക്കും. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പുള്ളി. ചെറിയ കുട്ടിയാണെങ്കിൽ അവന് ഭയങ്കര ആഗ്രഹമാണ് ഇതൊക്കെ. എന്റെ അമ്മയ്ക്ക് ക്രൗൺ കിട്ടണം എന്ന് പറയാനുള്ള ഒരു ഇത് അവന്റെ കുഞ്ഞു മനസ്സിലും ഉണ്ട്. കാരണം ഇതൊക്കെ ടിവിയിലും ഷോസിലൊക്കെ കണ്ടെല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇങ്ങനത്തേക്ക്. ഓക്കെ. ഇത് പറഞ്ഞു കുട്ടിക്കാലത്തൊട്ടുള്ള ആഗ്രഹമാണ്. അപ്പം മുമ്പ് എന്താ ട്രൈ ചെയ്യാത്തെ? മുമ്പ് ആഗ്രഹം നമ്മൾ ചെറിയ പ്രായം മുതലുണ്ടെങ്കിലും എങ്ങനെ അതിലേക്ക് എത്തിപ്പെടണം കൃത്യമായ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പിന്നെ ഫാമിലിയിൽ നിന്നും എനിക്ക് അത്ര സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. അതും കൂടി പറയണം. ആദ്യ കാലങ്ങളിൽ വിവാഹം ശേഷമാണ് ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ആക്ച്വലി കക്ഷിയും കൂടി പിടിച്ച് ഇവിടെ എടുത്തോളായിരുന്നു. തീർച്ചയായിട്ടും. ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാണ്ട് ആഫ്റ്റർ മാരേജ് ഒന്നിനും നമുക്ക് പറ്റില്ല. പ്ലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം എല്ലാവർക്കും ഹസ്ബൻഡ് മിസ്റ്റർ അഡ്വക്കേറ്റ് ഡാർവിൻ പോൾ. ഓക്കെ. കക്ഷി ഇവിടെയാണോ? തൃശ്ശൂരാണോ? തൃശ്ശൂരാണ്. അഡ്വക്കേറ്റ് ആണ്.
പ്രണയവിവാഹമാണോ? അല്ലല്ല, അറേഞ്ച്ഡ് അറേഞ്ച് മാരേജ്. മാരേജ്. ബട്ട് യു ആർ ലക്കി, ഐ ഷുഡ് സേ. അതിന് ആദ്യം പാരന്റ്സിനോട് നന്ദി പറഞ്ഞു. കാരണം തന്റെ ഡ്രീമിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ റിയലി ആൻ അസറ്റ്. സോ തീർച്ചയായിട്ടും ഹസ്ബൻഡ് നമ്മളുടെ, ഞാൻ പറയുകയാണെങ്കിൽ ബാക്ക് ബോൺ തന്നെയാണ്. ബാക്ക് ബോൺ, സോൾ, നമ്മളൊരു ആത്മാവ് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ നമ്മളടുത്ത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്നല്ല, ആർക്കും, ഒറ്റ വീട്ടമ്മമാർക്കും അങ്ങനെ പറ്റില്ല അല്ലേ? ഒരുപാട് ചലഞ്ചസ് ആണ്. കാരണം വീട്ടമ്മയായിട്ട് ഇതിന്റെ പിന്നാലെ സ്വന്തം ഡ്രീമും പാഷനും എല്ലാം, അതായത് കരിയറും അലോങ് വിത്ത് സൈഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം എല്ലാവരും പറയും നിനക്ക് കരിയർ നോക്കിക്കൂടെ എന്നുള്ള ചോദ്യം പറഞ്ഞത്. പക്ഷെ ഈ പൊക്കോ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാനുള്ള മനസ്സ് തന്നെയാണ്. ഐ ഷുഡ് താങ്ക് ടു ഹിം ബിക്കോസ് ഹീസ് എ ഗുഡ് പേഴ്സൺ വിത്ത് സോൾ ഹാർട്ട്. താങ്ക് യു സർ ഫോർ, ഐ റിയലി മിസ് യു ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ഓക്കെ, പിന്നെ മാം ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു പട്ടം ഇടുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് ഇമ്പോസിബിൾ ടാസ്ക് ഫോർ എവരി വൺസ് ഡ്രീം ആണ്. അങ്ങനത്തെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമില് നേടിയപ്പോൾ അടുത്തെന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇറ്റ്സ് എ ജസ്റ്റ് എ കോമ ഓർ എ ഫുൾ സ്റ്റോപ്പ് ടു യുവർ ലൈഫ്? ഫുൾ സ്റ്റോപ്പ് അല്ല, ഞാൻ പറയാ നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. നമ്മളുടെ ലൈഫിൽ നമുക്ക് സന്തോഷം കിട്ടാവുന്ന കാര്യങ്ങൾ, നമ്മളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ട്രൈ ചെയ്യുക. നമ്മള് വീട്ടില് അടങ്ങി ഒതുങ്ങിയിരിക്കുക, മീൻസ് ഒതുങ്ങി പോവാതെ. അങ്ങനത്തെ ഒരുപാട് പേരെ എനിക്കറിയാം, നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ. തീർച്ചയായിട്ടും അവരെ ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് കൂടി ഞാൻ പറയുന്നത്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരാ ജോലി, വീട്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങള്, കുട്ടികളെ നോക്കി മാത്രം ഇരിക്കുക, അതോടുകൂടി അങ്ങനെ ലൈഫ് കഴിഞ്ഞു പോകുന്ന പോലത്തെ ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ ഇരിക്കാതെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ പുറത്തേക്ക് വരാൻ നോക്കുക. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ കാണിക്കാനോ ഒന്നിനുമല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വേണം നമ്മളെ വളർത്താനായിട്ട്. ഓക്കെ, ഈ ഫീൽഡ് ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ മോഡലിംഗ് ആയിരുന്നാൽ ആക്ടിങ്, ഒരുപാട് പേര് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉള്ള ഫീൽഡാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഇതുവരെക്കുള്ള എന്റെ ജേർണിയിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പേജൻസിലേക്ക് ഇറങ്ങിയത് അത് എനിക്ക് തന്നെ കുറെ കൂടി കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ ഉണ്ടാവാനേ സാധിച്ചിട്ടുള്ളൂ. എന്റെ ഓൺ എക്സ്പീരിയൻസിൽ എനിക്കൊരു നെഗറ്റീവ് ഒന്നും. കാരണം ഒരുപാട് പേര് മീറ്റു എന്നെല്ലാം പറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത് നല്ലതാ. കാരണം അത് പൊതുവെ ഉള്ള കാര്യമാണ്. കാരണം എല്ലാരും മനസ്സിലോട്ട് ഇൻജക്ട് ചെയ്ത് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു മോശമുള്ള ഫീൽഡാണ്, ഒരു അൺവാണ്ടഡ് സ്റ്റഫ്സ് എല്ലാം ഉള്ള ഫീൽഡാണെന്നുള്ള പറഞ്ഞ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറയുന്നത് വളരെ ഡെഫിനറ്റ്ലി. കാരണം അതായത് ഏതൊരു ഫീൽഡിലാണെങ്കിൽ ഏത് പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഫീൽഡിൽ മാത്രം ഒരു പ്രത്യേകതയായിട്ട് ആൾക്കാർ പിൻ പോയിന്റ് ചെയ്യുന്ന പറയുമ്പം വളരെ മോശമുള്ള കാര്യമാണ്. കാരണം അതൊരു ഡീഗ്രഡേഷൻ തന്നെയാണ് ഒരു ഫീൽഡിന്. അതില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ ജേർണി തുടങ്ങിയത് 2023 മുതൽ, കേരളയുടെ ജേർണി മുതൽ. അന്നോട്ട് ഇന്ന് വരെ എനിക്ക് ഇതിനെ കൊണ്ടൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഈ ഒരു ജേർണി പോലെ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് അവസരങ്ങൾ വരട്ടെ. തീർച്ചയായും. വീണ്ടും താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.